എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുട്ട കൊണ്ട് വെറും 5-10 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാവുന്ന അടിപൊളി ടേസ്റ്റോട് കൂടിയ ഒരു വെറൈറ്റി പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വീഡിയോ കണ്ടിട്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരേപോലെ ഇഷ്ടമാവുന്ന ഈ ഒരു പലഹാരം വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണാം. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 മുട്ട ഉപ്പുവെള്ളത്തിലിട്ടൊന്ന് പുഴുങ്ങി വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മുട്ടയുടെ വെള്ള ഒട്ടും പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് നമുക്കിതിൻ്റെ മഞ്ഞക്കരു മാത്രം ഒന്ന് വേർതിരിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ മുട്ടയുടെയും മഞ്ഞക്കരു വേർതിരിച്ചെടുത്ത ശേഷം ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദയും 1/4 കപ്പ് അളവിൽ കടലമാവും 1/4 കപ്പ് അളവിൽ ഒട്ടും തരിയില്ലാത്ത വറുത്ത അരിപ്പൊടിയും ചേർക്കാം. മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നല്ലൊരു കളറിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. സാധാ മുളക് പൊടിയാണെങ്കിൽ ഇതിൻ്റെ പകുതി മതിയാവും. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 2 നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. ബേക്കിംഗ് സോഡയ്ക്ക് പകരമായിട്ട് ഒരു മുട്ട ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ചായി വെള്ളം ചേർത്തിട്ട് ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഒരു മാവ് തയ്യാറാക്കാം. ഞാനിതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർത്തത്. നമ്മളെടുക്കുന്ന അരിപ്പൊടി അനുസരിച്ച് ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവിൽ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം നമുക്ക് നമ്മുടെ പലഹാരത്തിന് വേണ്ട ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുത്ത് ചേർക്കാം. ഇഞ്ചിയുടെ പച്ചച്ചുവ മാറിക്കിട്ടും വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെ പച്ചച്ചുവ നന്നായിട്ട് മാറിയതിന് ശേഷം മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതുപോലെ വളരെ ചെറുതായി അരിഞ്ഞെടുത്ത് ചേർക്കാം. കൂടെ തന്നെ മസാലയിലേക്ക് വേണ്ട 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നമ്മൾ ഒരുപാട് നേരം വഴറ്റി കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് മാത്രം വഴറ്റി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ സവാളയുടെ പച്ചച്ചുവെല്ലാം മാറി ഒന്ന് സോഫ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർക്കാം. ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് മീറ്റ് മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം. മസാലപ്പൊടികൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് നിർബന്ധമില്ല. ഇത് ചേർക്കാതെ തന്നെ നമുക്ക് ഈ പലഹാരം രുചികരമായി തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ സോസ് മസാലയിലേക്കൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം മസാല എല്ലാം ഒന്ന് യോജിച്ച് കിട്ടാനായിട്ട് 2-3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് മസാല ഇതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ എടുത്തു മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞക്കരു ഇതിനോടൊപ്പം ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഉടച്ച് ചേർത്ത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് ഇതിലെ വെള്ളമെല്ലാം വറ്റി ഈ മസാലയൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ ബ്രെഡ് ക്രംസ് കൂടി ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. ബ്രെഡ് ക്രംസിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് ഉടച്ച് ചേർത്തും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഒപ്പം തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് ഇതുപോലെ കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് കൂടി ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് കുറയാനായി വെയിറ്റ് ചെയ്യാം. ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞക്കരുവിൻ്റെ വലുപ്പത്തിൽ ഇതുപോലെ ചെറിയ ബോൾസ് ആയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. മസാലയെല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്ക് ഒരു മുട്ടയുടെ വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു മസാല ബോൾ വെച്ച് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ മുട്ട നമുക്ക് കത്തി ഉപയോഗിച്ച് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. പലഹാരത്തിൻ്റെ എണ്ണം കൂട്ടാനും കുറച്ച് ഓയിൽ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യാനും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മുട്ട 4ആയിട്ട് മുറിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെയാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കേണ്ടത്. ബാക്കിയുള്ള മുട്ട കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കൂടി എടുക്കണം. കുറച്ച് ഓയിൽ ഉപയോഗിച്ച് ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രമാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മുട്ടയായി എടുത്ത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയ ശേഷം അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ കുടിക്കാതിരിക്കാനായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടും. എണ്ണയിലേക്ക് ഇട്ട് ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് വീണ്ടും ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും. മസാല നമ്മൾ ആദ്യമേ വേവിച്ച് ചേർത്തത് കൊണ്ട് ഉള്ളു വെന്ത് കിട്ടാനായി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പുറം ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു തവണയെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഈ റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.